Hi friends, this is Munnar trip in the second day. This is ഞങ്ങൾ താമസിച്ച റിസോർട്ടിന്റെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണിത്. മൂന്നാർ ട്രിപ്പിന്റെ ഫസ്റ്റ് ഡേ അതായത് മറയൂർ കാന്തല്ലൂർ ഒക്കെ പോയതിന്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞങ്ങൾ താമസിച്ച റിസോർട്ടിന്റെ കുറച്ച് വീഡിയോസ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. The New Whispering Meadows എന്ന് പറഞ്ഞ ഒരു റിസോർട്ടാണിത്. ഇത് മൂന്നാറിലെ 2ാം മൈലിലാണ്. ഇത് മൂന്നാറിന് പോകുന്ന ഹൈവേയുടെ തൊട്ട് അടുത്ത് തന്നെയാണ്, അതുകൊണ്ട് വളരെ ഈസിയാണ് കണ്ടുപിടിക്കാൻ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പള്ളിവാസലിലുള്ള പെൻസ്റ്റോക്ക് പൈപ്പ്, അതിവിടെ തൊട്ടടുത്താണ്. പിന്നെ പൊന്മുടി ഡാം, പിന്നെ അവസാനമായിട്ട് സേനാപതിയിലുള്ള സ്വർഗം മേട്. ഇതാണ് പള്ളിവാസലിലെ പെൻസ്റ്റോക്ക് പൈപ്പ്. കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റാണ് പള്ളിവാസൽ. മാട്ടുപ്പെട്ടി ഡാമിലെയും കുണ്ടള ഡാമിലെയും വെള്ളം ഉപയോഗിച്ചാണ് ഈ പ്രോജക്റ്റ് റൺ ചെയ്യുന്നത്. അപ്പം അതിലേക്കുള്ള വെള്ളമാണ് ഈ പെൻസ്റ്റോക്ക് പൈപ്പ് വഴി കൊണ്ടുവരുന്നത്.
അങ്ങനെ മൂന്നാറിനോട് വിട പറഞ്ഞ് നമ്മൾ പൊന്മുടി ഡാമിലെത്തി. ഇതും ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റാണ്. പന്നിയാർ റിവറിൻ്റെ കുറുകെയാണ് ഈ ഡാം പണിതിരിക്കുന്നത്. പൊന്മുടി ഡാമിൻ്റെ അടുത്ത് തന്നെ നമുക്കൊരു തൂക്കുപാലം കാണാൻ പറ്റും. കഷ്ടിച്ച് ഒരു കാറിന് കടന്നു പോകുന്ന അത്രയും വീതിയേ ഉള്ളൂ ഈ പാലത്തിന്. നമ്മളങ്ങനെ പൊന്മുടി ഡാം കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പോൾ സേനാപതിയിലെത്തി. സേനാപതിയിലെ ഈ സെൻറ്റ് പോളികാർപ്സ് ജ്ഞാനായ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന മലയാണ് ഈ സ്വർഗംമേട്. ഇനി നമുക്ക് സ്വർഗംമേട്ടിലെ കുറച്ച് കാഴ്ചകൾ കാണാം. സ്വർഗംമേട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ടെൻറ്റിൽ താമസിക്കാം. നമുക്ക് വേണ്ട ഫുഡ്, അതുപോലെ തന്നെ ഇങ്ങോട്ട് വരാനുള്ള വണ്ടി, ഇതൊക്കെ അറേഞ്ച് ചെയ്യുന്ന ആൾക്കാരുടെ കോൺടാക്റ്റ് നമ്പറും അവരുടെ ഇൻസ്റ്റഗ്രാം പേജും ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർക്കൊക്കെ അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.
സ്വർഗം മേഡിൽ ലെമൺ ഗ്രാസ് ഓയിൽ അല്ലെങ്കിൽ പുൽത്തൈലം ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ നിൽക്കുന്നതാണ് തെരുവപ്പുല്ല് അല്ലെങ്കിൽ ലെമൺ ഗ്രാസ്. ഇത് ഉപയോഗിച്ചാണ് പുൽത്തൈലം അല്ലെങ്കിൽ ലെമൺ ഗ്രാസ് ഓയിൽ ഉണ്ടാക്കുന്നത്. ഇതാണ് പുൽത്തൈലം ഉണ്ടാക്കുന്ന യൂണിറ്റ്. ഈ മുകളിൽ കാണുന്ന ടാങ്കിന് ചെമ്പെന്ന് പറയും. ആ ചെമ്പിൻ്റെ അകത്ത് തെരുവപ്പുല്ലും വെള്ളവും കൂടെ ഇട്ട് ചൂടാക്കി വാറ്റിയാണ് പുൽത്തൈലം ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ കാണുന്ന പാത്രത്തിലാണ് പുൽത്തൈലം വന്ന് വീഴുന്നത്. സേനാപതിയിലുള്ള ഞങ്ങളുടെ ബന്ധുക്കളോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ പോയത് രാമക്കൽമേടും കാറ്റാടിപ്പാടവും കാണാനാണ്. അത് നിങ്ങൾക്ക് അടുത്ത വീഡിയോസിൽ കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ താഴെയുള്ള ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.